ഈ ഒരു ക്വസ്റ്റ്യൻ SSC സെലക്ഷൻ ബൂസ്റ്റ് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമിനേഷന് 2 പേപ്പറുണ്ട്, എയും ബിയും. അതിൽ മാക്സിമം മാർക്ക് 10 വെച്ചിട്ടാണ്. ഹവർ വെയിറ്റേജ് അസൈൻഡ് ടു പേപ്പർ എ ആൻഡ് ബി വെയർ 2:1. വെയിറ്റേജിൽ മാർക്കുണ്ട്, മാർക്കിൻ്റെ വെയിറ്റേജിൽ വ്യത്യാസമുണ്ട്. 2:1 ആണ് വെയിറ്റേജ് വരുന്നത്. റിദ്ധി പേപ്പർ ബിയിൽ 10ൽ 8 മാർക്ക് വാങ്ങിച്ചു. ഓവറോൾ 70% വന്നിരിക്കുന്നത്. അതായത് ഈ വെയിറ്റേജ് ഒക്കെ കണക്കാക്കിയിട്ട് 70% വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പേപ്പർ എയിൽ എത്ര 10ൽ എത്ര വാങ്ങിച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ 70% എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം 100ൽ 70 മാർക്ക്. അല്ല 10ൻ്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 10ൽ 7 മാർക്ക് എന്ന് നമുക്ക് പറയാം, അല്ലേ? 10ൽ 7 മാർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആവറേജിൻ്റെ സെയിം കോൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഡീവിയേഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യണം? ഡീവിയേഷനാണ്. അതെന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ 7 ഉണ്ട്. ഈ ബീൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 1 കൂടുതലുണ്ട്. മറ്റത് എനിക്ക് എത്ര കൂടുതൽ കുറവെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഡി എന്ന് പറഞ്ഞു എഴുതുന്നു. നെറ്റ് എഫക്റ്റ് 0. അപ്പോൾ 2D എന്ന് പറയുമ്പോഴത്തേക്കും 1 എന്ന് പറഞ്ഞു വരും. ഡീൻ്റെ വാല്യൂ -0.5 എന്ന് പറഞ്ഞു വരും. -0.5. അതിനർത്ഥം നമ്മൾ കൺസിഡർ ചെയ്ത 7നേക്കാളും 0.5 കുറവായിരിക്കും ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര വരും? 6.5 എന്ന് പറഞ്ഞു കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്.